സുഹൃത്തെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ബിരിയാണി സീരീസിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ഡൊണ്ണെ ബിരിയാണി. അതായത് കർണാടകയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നാട്ടി സ്റ്റൈൽ ബിരിയാണിയാണിത്, ഡൊണ്ണെ ബിരിയാണി. ഇതിനിടെ നമ്മൾ എത്തിയിരിക്കുന്നത് ആർ എൻ ആർ കാണുന്ന പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിഗ് സ്പേസ് ആണ്. ഇത് വരുന്നത് ജയനഗറാണ്. ഇത് അവരുടെ ഒരു മേക്കിംഗ് പ്രോസസ്സൊക്കെ നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കും. ഉള്ളിൽ വളരെ നല്ലൊരു ഡെക്കറേഷൻ നമുക്ക് കാണാം. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വളരെ ക്ലീനാണ് സ്പേസ്. ഞങ്ങൾ ചെന്ന സമയത്ത് അധികം പേരില്ല, ഓൾമോസ്റ്റ് ഒരു 10-15 പേര് അത്ര ഉണ്ടാവുള്ളൂ. ഞങ്ങൾ അവരുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഡൊണ്ണെ ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ കബാബ് ബിരിയാണിയാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ഒരു 10-15 മിനിറ്റത്തെ വെയിറ്റേജ് ഉണ്ട്. നമ്മൾ നാട്ടിലെ ഉള്ള പോലെ തന്നെ ഇലയിലാണ് അവർ ബിരിയാണി തരുന്നത്. ഞങ്ങളുടെ ബിരിയാണി വന്നു. അതിനകത്ത് നമ്മൾ ഒരു ചിക്കൻ സ്പെഷ്യൽ ബിരിയാണിയും അതുപോലെ തന്നെ കബാബ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ശരിക്കും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയൊരു സാലഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഒരു യെല്ലോയിഷ് ഗ്രീൻ ടെക്സ്ചറാണ്. സംഭവം എന്ന് പറയുന്നത് ഒരു മിൻറ്റ് ഫ്ലേവർ നമുക്കിതിനകത്തുണ്ട്. അതിന് ചിക്കൻ ഫൈനലി കുക്ക്ഡ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ചിക്കനാണ്. അതിൻ്റെ ഒപ്പം ഒരു എഗ്ഗ് ഉണ്ട്. നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ എഗ്ഗ് നമ്മൾക്ക് കിട്ടുന്നുണ്ട് ശരിക്കും ഈ കല്യാണത്തിനൊക്കെ. ഇതിപ്പോൾ എന്താ പറയുക, ഞാൻ കഴിച്ചു നോക്കി. എൻ്റെ ഫസ്റ്റ് ബൈറ്റ് എനിക്ക് വളരെ ഒരു ഈവണായിട്ടുള്ള, ലെസ് സ്പൈസി ആയിട്ടുള്ള ഒരു യുണീക്ക് ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ ചൂടാണെങ്കിലും ആവശ്യത്തിന് അവസാനം വരെ അത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് കറക്റ്റായി. അതുപോലെ തന്നെ അവരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഗ്രേവി ഉണ്ടായിരുന്നു. ഈ ഗ്രേവി തിരക്കേടില്ല കേട്ടോ. അത് ഞാൻ സാധാരണ ഗ്രേവി ഞാൻ ഉപയോഗിക്കാറില്ല, പക്ഷേ ഈ ഗ്രേവി കൂട്ടി കഴിച്ചിട്ട് ഒരു നല്ലൊരു ഫൈനായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് കബാബ് ഇട്ടിട്ട് കഴിക്കാനായിട്ട് തുടങ്ങിയാൽ. അതുപോലെ തന്നെ ഇതിൻ്റെ റൈസ് ശരിക്കും രണ്ടിലും ഒരേ റൈസ് തന്നെയാണ് കേട്ടോ. നല്ല ഫൈനലി കുക്ക്ഡ് ഒരു ദം സ്റ്റൈൽ ബിരിയാണി തന്നെയാണിത്. വൈറ്റ് റൈസാണ്. നമ്മൾ മലബാർ സ്റ്റൈൽ ബിരിയാണി അല്ല കേട്ടോ, ഇത് പൊതുവെ വ്യത്യസ്തമുണ്ട്, അതിൻ്റെ രുചിയിലുണ്ട്. അത് തന്നെ നല്ലൊരു ഈവണായിട്ടുള്ളൊരു യുണീക്ക് ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 575 അങ്ങനെയുള്ളൊരു പ്രൈസ്. കുഴപ്പമില്ല, നല്ലൊരു മോഡറേറ്റ് പ്രൈസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഔട്ട് ഓഫ് 10 നമുക്കൊരു 7.5 കൊടുക്കാം. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.